ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിതാബുൽ ജനായിസ് അല്ലേ, ജനായിസ് തുടങ്ങി. അതിൽ ആദ്യത്തെ ഹദീസുകളാണ് എടുത്തത്. അവസാനത്തെ ഏതെങ്കിലും ഹദീസ് അവസാനം എടുത്ത നമ്മൾ ഉമ്മി സലമൻ്റെ ഹദീസ് അല്ലേ. ഇതിനൊക്കെ ആവശ്യമുള്ള ഹദീസാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. ദുആ ചെയ്തു. طيب, ഇനി അടുത്ത ഹദീസ് വൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തുവഫിയ സുജിയ ബിബുർദിൻ ഹിബറത്തിൻ. ബിബുർദിൻ പിന്നെ ബുർദിൻ എന്നില്ല ഉണ്ടോ? ബുർദിൻ ഹിബറത്തിൻ എന്നുണ്ടല്ലേ. ഖല്ലിക്കിത ചെയ്യുന്നു. അതെന്തുകൊണ്ട് പറയാം. പിന്നെ മുത്തഫഖുൻ അലൈഹി. ഇവിടെ ഇബ്നു ഹജർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അതിനെക്കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതാണ് പറയുന്നത്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം. എന്താ നിവേദനം? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹീന തൂഫിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ, മരണപ്പെട്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവംഗതനായപ്പോൾ, സുജിയ, സുജിയ എന്ന് പറഞ്ഞാൽ ഊത്തിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതിയപ്പെട്ടു. ഊത്തിയ പറഞ്ഞാൽ മൂടപ്പെട്ടു. ഊത്തിയ മൂടപ്പെട്ടു. ഇങ്ങനെ തല മുതൽ കാലിൻ്റെ അടിവരെ പൊതിയപ്പെട്ടു, മൂടപ്പെട്ടു. ബിബുർദിൻ, ബുർദ് ഒരു പുത, പുത ഒരു തുണി, ബുർദ്. ഹിബറത്തിൻ, ഹിബറത്തിൻ എന്ന് പറഞ്ഞാൽ വരയുള്ള, വരയുള്ള പരുത്തിയുടെ, പരുത്തി തുണിയാണ്, വരയുള്ള പരുത്തിയുടെ ഒരു തുണി കൊണ്ട്. ബിബുർദിൻ ഹിബറത്തിൻ. മുത്തഫഖുൻ അലൈഹി. മറ്റൊരു നിങ്ങളെ പുസ്തകത്തിൽ എങ്ങനെ പറഞ്ഞത്? ബിബുർദി ഹിബറത്താന്നോ? ഹിബറത്ത. അപ്പോൾ ഹിബറത്തിൻ്റെ ബുർദ കൊണ്ട്, ഹിബറത്തിൻ്റെ ബുർദ പറഞ്ഞാൽ പരുത്തിയുടെ പുതപ്പ് കൊണ്ട്. ഇത് ബുർദിൻ ഹിബറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഫത്ത് മൗസൂഫ്, പരുത്തിയുടെ വരയുള്ള ബുർദ കൊണ്ട്. അല്ലെങ്കിൽ ബുർദി ഹിബ്രത്ത, ബിബുർദി ഹിബ്രത്ത എന്ന് പറഞ്ഞാൽ മുദാഫ് മുദാഫുൻ ഇലൈഹി, ഹിബ്രത്തിൻ്റെ ബുർദ കൊണ്ട്. ബിബുർദി ഹിബ്രത്ത, ഹിബ്രത്ത എന്ന് പറയാൻ കാരണം അത് ഗൈർ മുൻസരിഫാണ്, മംനൂ മിന സർഫ്, തൻവീന് വരാൻ പാടില്ല. അപ്പോൾ അതാണ് ഗൈർ മുനവ്വൻ എന്ന് പറയുന്നത്. വജുറ ബിൽ ഫത്ഹത്തി മാ ലാ യൻസരിഫ് മാ ലം യുദഫ് വസദർ വസ്ലിഹൻ സറഫ്. അത് അൽഫീൽ ഇബ്നു മാലിക് പറഞ്ഞ. അതായത് ബിബുർദിൻ ഹിബറത്ത് എന്നുള്ളത് സിഫത്ത് മൗസൂഫ്, ബുർദി എന്നുള്ളത് സിഫത്ത്. ബുർദി ഹിബറത്ത എന്ന് പറയുമ്പോൾ എന്തായി? മുദാഫ് മുദാഫുൻ ഇലൈഹി. മുദാഫുൻ ഇലൈഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും, പക്ഷേ ഗൈർ മുൻസരിഫ് ഫത്ഹത്ത് കൊണ്ടാണ് അതിന് ജർ ചെയ്യുക. ഹദീസ് ക്ലാസ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഹിബറയുടെ ബുർദ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു എന്നാണ്. അതിന് എന്തിനാ ഇബ്നു ഹജർ കൊടുത്തത്? ഇവിടെ എന്താ ഇബ്നു ഹജർ കൊടുത്തത്? എന്തിനാ? ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യണം? അയാളെ ഒരു വസ്ത്രം കൊണ്ട് മൂടിയിടണം, ഒരു വസ്ത്രം കൊണ്ട് മൂടിയിടണം. ഇങ്ങനെ തുറന്നിടാൻ പാടുള്ള അല്ല, വസ്ത്രം കൊണ്ട് മുഖവും തലയും കാല് വരെ മറിച്ച് മൂടിയിടണം. അതാണ് ഹദീസിൻ്റെ പാഠം. മനസ്സിലാണ്ട? അടുത്ത ഹദീസ് അതും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയിൽ നിന്നല്ലേ. വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, അല്ല ഖാലത്തില്ലല്ലേ, വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന അബൂബക്കർ, ഖാലത്തില്ലല്ലോ, ഇല്ല, അന്ന അബൂബക്കർ അസ്ദിഖ് ഖബ്ബല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി. റവാഹുൽ ബുഖാരി, റവാഹുൽ ബുഖാരി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്ന അബൂബക്കർ അസ്ദിഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖബ്ബല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിച്ചു. ഖബ്ബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിച്ചു. രണ്ട് കണ്ണുകൾക്കിടയിൽ ഇവിടെയാണ് ചുംബിച്ചത്, നെറ്റിയിൽ. ബഅദ മൗതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച്, ഹിജ്റയുടെ
11 റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച ദിവസമാണ്. മനസ്സിലായി? അതൊരു പിന്നെ പൂർവാഹനം പിന്നിടുന്ന വേളയിൽ, പൂർവാഹനം പിന്നിടുന്ന പറഞ്ഞാൽ ദുഹുറിന് കുറച്ച് മുമ്പായിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് പിന്നെ ഒരു ആശ്വാസം കണ്ട്, രാവിലെ ആശ്വാസം കണ്ട്. സുബഹി നിസ്കരിച്ചതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് സുബഹിക്ക് നേതൃത്വം നൽകിയിട്ട് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ തൻ്റെ കടയ്ക്ക് എഴുതിയിട്ട് ഇങ്ങനെ വീടിൻ്റെ വിരി ഉണ്ടല്ലോ അതിങ്ങനെ നീക്കി നോക്കി. അപ്പോൾ എല്ലാവരും വിചാരിച്ച് റസൂൽ നിസ്കരിക്കാൻ വരികയാണെന്ന്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബാക്കോട്ടായാൽ നിന്ന് അപ്പോൾ റസൂൽ അവരോട് നിസ്കരിക്കാൻ വേണ്ടി തുടർത്താൻ വേണ്ടി കൽപ്പിച്ച് റസൂൽ പിന്നെ വിരി തിരിച്ചിട്ടിട്ട് പിന്നെ കടന്ന്. അതുവരെ റസൂൽ തീർത്തും ശയ്യാവലംബിയാണ്. പക്ഷെ അന്നിങ്ങനെ വിരി നീക്കി നോക്കിയപ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന്. അപ്പോൾ റസൂലുള്ളാഹിക്ക് നല്ലൊരു ഇഷാറത്ത്, നല്ലൊരു തെളിമ. അപ്പോൾ പിന്നെ അപ്പോൾ ആയിഷനോട് പറഞ്ഞ്, മകളല്ലേ ആയിഷ പറഞ്ഞ്, പിന്നെ ആയിഷ ഇന്ന് റസൂലുള്ളാഹിക്ക് നല്ലൊരു പിന്നെ തെളിമ കണ്ട് റസൂലുള്ളാഹി സുഖം പ്രാപിച്ചിന് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഖാരിജ ബിൻത് സെയ്ദിൻ്റെ അല്ല ബിന്ത് ഖാരിജ പേര്, പിന്നെ സനഹിലാണ് അവരുടെ വീടുണ്ടായിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻസാരികളിൽ നിന്ന് ഒരു മഹദിയെ കല്യാണം കഴിച്ചിരുന്നു. അൻസാരികളിൽ നിന്ന് ഒരു മഹദിയെ കല്യാണം കഴിച്ചിരുന്നു. പിന്നെ അവരുടെ വീട് സനഹിലാണ്. സനഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മദീനയിലെ അവാലിയിൽ മുസ്തഷ്ഫ സഹ്റ എന്ന് പറയും. മുസ്തഷ്ഫ സഹ്റ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. അവിടെയാണ് പിന്നെ വീടുണ്ടായിരുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈ ഭാര്യയുടെ. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഒരു ആക്കം കണ്ടപ്പോൾ എന്ത് ചെയ്ത്, അവിടുന്ന് റസൂലുള്ളാഹിനോട് പിന്നെ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ പോയത്, ഇവിടേക്ക് സനഹിൽ പോയത്, ഭാര്യ വീട്ടിലേക്ക്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പിന്നെ അറിയണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണമാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹി മരിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ആ സംഭവ വികാസങ്ങളൊക്കെ അറിയാലോ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട്. പിന്നെ അപ്പോഴാണ് റസൂലുള്ളാഹിനെ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിടെ കണ്ണുകൾക്കിടയിൽ ഇങ്ങനെ 3 പ്രാവശ്യം ചുംബിച്ചു എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷേ അത് ആ സന്ദർഭത്തിൽ പിടിച്ചു നിൽക്കേണ്ടിയിരുന്നല്ലോ. അതുകൊണ്ടാണ് കുറേ ചരിത്രകാരന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 2 വർഷവും ഏതാനും മാസം അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കാരണം റസൂലുള്ളാഹിൻ്റെ മരണത്തിൽ ആ ഷോക്കാണെന്ന്. അത് വളരെയധികം സ്വാധീനിച്ചിരുന്നു. ആ പിന്നെ ഷോക്കേറ്റാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചതെന്നുള്ളതാണ് പിന്നീട്. കാരണം അത്രയും സ്നേഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അലാ കുല്ലിൻ അന്ന അബൂബക്കർ അസ്സിദ്ദീഖ് ഖബ്ബല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി. അപ്പോൾ ഇഷ്ടക്കാർ നമ്മളുടെ സ്നേഹിതന്മാർ അവരൊക്കെ മരിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ ചുംബിക്കാവുന്നതാണ്. ചുംബിക്കൽ പിന്നെന്താണ് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്, സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം രോഗിയായിട്ട് കിടന്നപ്പോൾ, പക്ഷേ റസൂലുള്ളാഹി എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊനെ ചുംബിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു അഖി റഹിമഹുല്ലാ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉസ്മാൻ ഇബ്നു മദ്ഊനെ റസൂലുള്ളാഹി ചുംബിച്ചിട്ടുണ്ട്. അന്ന അബൂബക്കർ സിദ്ദീഖ് ഖബ്ബല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി റവാഹുൽ ബുഖാരി. അപ്പോൾ ആ വിഷയം അറിയിക്കാനാണ് ഈ ഹദീസ് ഇബ്നു ഹജർ ഇവിടെ കൊണ്ടുവന്നത്. അടുത്ത ഹദീസ് അബി ഹുറൈറ അല്ലേ. وعن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم نفس المؤمن معلقة بدينه حتى يقلع عنه. عند حديث رواه أحمد والترمذي وحسنه الترمذي. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ്, നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി. മുഅ്മിൻ്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും രണ്ടും. നഫ്സുൽ മുഅ്മിൻ മുഅ്മിനിൻ്റെ ശരീരം, മുഅ്മിൻ്റെ ആത്മാവ്. മുഅല്ലഖത്തുൻ അത് ബന്ധിതമാണ്, പണയത്തിലാണ്. റഹീനത്തുൻ ബിദൈനിഹി അവൻ്റെ കടവുമായി. ഹത്താ യുഖ്ള അൻഹു അവനെ തൊട്ടാ കടം വീട്ടപ്പെടുന്നത് വരെ. കാരണം മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടലല്ല, മറ്റുള്ളവർ വീട്ടലാണ്. ഹത്താ യുഖ്ള അൻഹു അവനെ തൊട്ട് അത് നൽകി വീട്ടപ്പെടുന്നത് വരെ.
اللهم اكفنا بحلالك عن حرامك واغننا بفضلك عما سواك. നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖത്തുൻ ബിദൈനിഹി. മുഅ്മിനിൻ്റെ നഫ്സ് മുഅല്ലഖത്തുൻ നന്ന ബന്ധിക്കപ്പെട്ടത്, നന്ന ബന്ധിതമാണ്, അത് റഹീനത്താണ്. ബിദൈനിഹി അവൻ്റെ കടവുമായി. ഹത്താ യുഖ്ള അൻഹു അവനെ തൊട്ട് ആ കടം വീട്ടപ്പെടുന്നത് വരെ. കടം വീട്ടുമ്പോഴാണ് നഫ്സ് എന്താകുക മോചിതാകുക, സ്വതന്ത്രാകുക. അപ്പം എന്താ ഇത് അറിയിക്കണത്, ഈ ഹദീസ് അറിയിക്കണത് എന്താ? ആ മയ്യത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ കടം വീട്ടണം. അത് പിന്നെ അവിടെ ഹാജരായവരുടെ അല്ലെങ്കിൽ മയ്യത്തിൻ്റെ ബന്ധുക്കളുടെ ശിഷ്യ അവരുടെ ബാധ്യതയാണ്. കടമുണ്ടെങ്കിൽ കടത്തിൻ്റെ ഗൗരവമാണ് അത് അറിയിക്കുന്നത്. കടത്തിൻ്റെ ഗൗരവമാണ് അറിയിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചിരുന്നില്ല എന്നാണ്. മയ്യത്തിന് കട ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ കട ഉണ്ടെന്ന് നിസ്കരിച്ചിരുന്നില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കട ഏറ്റെടുക്കും. എന്നിട്ട് പറയും, ഏതെങ്കിലും മയ്യത്തിന് കട ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, അവന് സ്വത്ത് ഉണ്ടെങ്കിൽ അത് അവൻ്റെ ബന്ധുക്കൾ എടുത്തോട്ടെ, കട ഞാൻ വീട്ടിക്കോളാം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. ഇതിൽ കടം പിന്നെ പടപ്പുകൾക്ക് കട ഉണ്ടാവും, അള്ളാഹ്ക്കും കട ഉണ്ടാവും. ഏതാദ്യം വീട്ടെ സക്കാത്ത് കൊടുക്കാൻ ഒരാൾ ബാധ്യസ്ഥനായിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് കടാണ്. ആളുകൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിലോ അത് ആളുകളുമായി ബന്ധപ്പെട്ട കടാണ്. അപ്പോൾ ഒരാൾക്ക് രണ്ടും ഉണ്ട്. സംഖ്യ തികയില്ലെങ്കിൽ എന്താ ചെയ്യുക? ആരുടെ വീട്ടുക? ആദ്യം അള്ളാൻ്റെ ആണ് വീട്ടുക. അതല്ല സക്കാത്ത കൊടുക്കേണ്ടത് ആളുകളുടെ കൊടുക്കേണ്ടത്. അത് പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. ദൈനുള്ളാഹി അഹഖ്ഖു അൻ യുഖ്ള, അള്ളാഹിൻ്റെ കടാണ് ഏറ്റവും വീട്ടാൻ അർഹമായത് എന്ന ഹദീസുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കടപ്പോഴും അത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരും, മനസ്സിലായി. പക്ഷെ ജനങ്ങൾക്കുള്ള കടം അത് ബാക്കിയാണ്. അതാണ് ഇവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. മൊത്തം കടങ്ങൾ എന്താണ്? ബന്ധിതാണ്. സക്കാത്തായാലും സദക്കയൊക്കെ ബന്ധിതാണ്. അതേസമയം പടപ്പുകൾക്കുള്ള കട ഉണ്ടല്ലോ, അള്ളാഹു മാപ്പ് നൽകും. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു വദൂദ്, മനസ്സിലായോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതേസമയം പടപ്പുകൾ അങ്ങനെയല്ല. പടപ്പുകൾ മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ കടം ബന്ധിതാണ്, ബാധ്യതയാണ്. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ള അൻഹു. തയ്യിബ്, അടുത്ത ഹദീസ് ഇബ്നു അബ്ബാസിന് അത് പിന്നെ ഇതിനെ ഒട്ടകത്തിൽ നിന്ന് പോണേ. وعن ابن عباس رضي الله تعالى عنه قال في الذي سقط عن راحلته ومات فمات. وعن ابن عباس رضي الله تعالى عنه قال أن النبي صلى الله عليه وسلم قال في الذي سقط عن راحلته فمات اغسلوه بماء وسدر وكفنوه بثوبيه അല്ലെങ്കിൽ സൗബൈഹി. നിങ്ങളിൽ ആരുടെ സൗബൈഹി എന്നുള്ളത് അല്ലേ? അല്ലേ? സൗബൈഹി. ഈ ഹദീസ് ഉണ്ടല്ലോ, പിന്നെ ഇത് നിങ്ങളിൽ ആരാ റാവിമാർ? ബുഖാരി, മുസ്ലിം? മുത്തഫഖുൻ അലൈഹി. ഈ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് ഇതൊരു സഹാബിയുടെ വിഷയത്തിലാണ്. ആ സഹാബി ഹജ്ജ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പുറപ്പെട്ട്, അതിന് ഇഹ്റാമിൽ പ്രവേശിച്ച ഹജ്ജിന് പുറപ്പെട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്? തൻ്റെ ഒട്ടകപ്പുറത്താണ്. അറഫയിലെത്തി അദ്ദേഹം എന്ത് ചെയ്ത്? ഒട്ടകത്തിൽ നിന്ന് വീണ് തല കുത്തി വീണിട്ട് അദ്ദേഹത്തിൻ്റെ പെരടി പൊട്ടി, കഴുത്ത് പൊട്ടിയിട്ട് അദ്ദേഹം മരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഹജ്ജിന് പുറപ്പെട്ട് തൻ്റെ ഒട്ടകപ്പുറത്ത് യാത്രയായി അറഫയിലെത്തിയപ്പോൾ അദ്ദേഹം ഒട്ടകത്തിൽ നിന്ന് വീണ്. അദ്ദേഹത്തിന് ഒട്ടകം ചെരിഞ്ഞ് ഇങ്ങനെ കാല് ഇങ്ങനെ കുഴിയിൽ വീണ് തോന്നുന്നത്. ഒട്ടകം ചെരിഞ്ഞ് അപ്പോൾ അയാൾ ഒട്ടകത്തിൽ നിന്ന് വീണ് തല കുത്തിയാണ് വീണത്. പെരടി പൊട്ടി മുറിഞ്ഞു. അങ്ങനെയാണ് മരിച്ചത്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറയണം. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫില്ലദീ സഖത അൻ റാഹിലതിഹി. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫില്ലദീ ഒരാളുടെ വിഷയത്തിൽ. അയാളുടെ പ്രത്യേകത എന്താണ്? സഖത അൻ റാഹിലതിഹി, അയാൾ തൻ്റെ ഒട്ടകപ്പുറത്തുനിന്ന് വീണു. ഫമാത്ത്, എന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്തു. ഇഹ്റാമിലായിരിക്കണം അയാൾ മരിക്കുന്നത്. അറഫയിലല്ലേ, അറഫയിലാകുമ്പോൾ ഇഹ്റാമിലായിരിക്കും. ഫമാത്ത്, അങ്ങനെ അയാൾ മരിച്ച്. അയാളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇഗ്സിലൂഹു, അദ്ദേഹത്തെ നിങ്ങൾ കഴുകുക, കുളിപ്പിക്കുക. ഇഗ്സിലൂഹു, അദ്ദേഹത്തെ നിങ്ങൾ കുളിപ്പിക്കുക. ബിമാഇൻ, മാ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട്. വസിദ്രിൻ, സിദ്രി എന്ന് പറഞ്ഞാൽ താളി, സിദർ ഷജറത്തുൻ നബഖ്, താളി. താളി കൊണ്ടും വെള്ളം കൊണ്ടും നിങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കുക. വകഫിനൂഹു, അദ്ദേഹത്തെ നിങ്ങൾ കഫൻ ചെയ്യുക. ബിസൗബൈഹി, സൗബൈഹി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 2 വസ്ത്രങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ 2 വസ്ത്രങ്ങൾ കൊണ്ട്. അവിടെ ആ സൗബൈഹി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ 2 വസ്ത്രങ്ങൾ കൊണ്ട്. അദ്ദേഹത്തിൻ്റെ 2 വസ്ത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇഹ്റാമിൽ ധരിച്ച ആ വസ്ത്രം കൊണ്ട്. അദ്ദേഹം ഒരു മുണ്ടെടുത്തിട്ടുണ്ട്, ഒരു മുണ്ട് പൊതിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ കഫൻ ചെയ്യുകയും സിദ്റും മാവും ഉപയോഗിച്ച് നിങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചില റിവായത്തുകളിൽ ബി സൗബൈനി എന്നാണ്, സൗബൈനി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ, 2 വസ്ത്രം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കഫൻ ചെയ്യുക. അപ്പോൾ അയാൾ ധരിച്ചു തന്നെ ആയിക്കൊള്ളുന്നില്ല, വേറെ കഫൻ കൊണ്ടും എന്ത് ചെയ്യാം, കഫൻ ചെയ്യാം. പക്ഷേ എത്ര എണ്ണം ഉണ്ടാകാൻ പാടുള്ളൂ? 2 എണ്ണം. സാധാരണ ഒരു മയ്യത്തിന് എത്ര വസ്ത്രം ആണാണെങ്കിൽ 3 വസ്ത്രമാണ്. 3 ലഫായിഫ്, ഈ പൊതിയുന്ന 3 വസ്ത്രങ്ങളാണ്. പക്ഷേ ഇദ്ദേഹത്തെ ഇഹ്റാമിൽ മരിച്ച വ്യക്തിയെ 2 വസ്ത്രം കൊണ്ടാണ് കഫൻ ചെയ്യേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ കഫനായാലും വേണ്ടില്ല, ഇനി വേറെ കഫൻ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. വേറെ കഫനാകാന്നുള്ളതിന് തെളിവാണ് വകഫിനൂഹു ബി സൗബൈനി, ഏതെങ്കിലും 2 വസ്ത്രത്തിൽ കഫൻ ചെയ്യുക. ഹദീസ് ഒരു നീണ്ട സംഭവമാണത്, നീണ്ട സംഭവമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് വലാ തുഹന്നിതൂഹു, അല്ലെങ്കിൽ വലാ തുഖർരിബു തീബൻ, അദ്ദേഹത്തെ നിങ്ങൾ സുഗന്ധം അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കരുത്. കാരണം ഇഹ്റാമിൽ പ്രവേശിച്ച ആൾക്ക് എന്ത് പാടില്ല? സുഗന്ധം പാടില്ല. പിന്നെ വലാ തുഖമ്മിറു റഅസഹു, അദ്ദേഹത്തിൻ്റെ തല മൂടരുത്. ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? തല മറക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഭിച്ച വിശാലമായിട്ടുള്ള റിപ്പോർട്ടാണ്. പിന്നെ അതിൻ്റെ അവസാനത്തിൽ കാണാം ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, കാരണം അദ്ദേഹം അന്ത്യനാളിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കർമ്മ ഉണ്ടല്ലോ, ഇഹ്റാമിൽ മരിക്കുന്ന ഒരാളുടെ ഭാഗ്യമാണ്. അയാൾ എന്താണ്? അയാൾ സൽപ്രവൃത്തിയിൽ തുടരുകയാണ്, അന്ത്യനാൾ വരേക്കും അയാൾ ആ സൽപ്രവൃത്തിയിൽ എന്ന പോലെയാണ്. തയ്യബ്. അപ്പോൾ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫില്ലദി സഖത അൻ റാഹിലതിഹി ഫമാത് ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്ർ വകഫിനൂഹു ബിസൗബൈഹി മുത്തഫഖുൻ അലൈഹി. അടുത്തത് ആയിഷയുടെ ഹദീസല്ലേ. وأن عائشة رضي الله تعالى عنها قالت لما أرادوا غسل رسول الله صلى الله عليه وسلم قالوا والله ما ندري نجرد رسول الله صلى الله عليه وسلم كما نجرد موتانا أم لا. طيب. وأن عائشة رضي الله تعالى عنها قالت, عائشة رضي الله عنها നിവേദനം ലമ്മ അറാദു എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചപ്പോൾ ആരാ അവർ പറയാം, എന്തിനു ഉദ്ദേശിച്ചപ്പോൾ ഗുസ്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കുവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവംഗതനായപ്പോൾ, വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കുവാൻ അവർ ഉദ്ദേശിച്ചപ്പോൾ ഖാലു, അവർ പറഞ്ഞു വല്ലാഹി മാനെതിരി, വല്ലാഹി അള്ളാഹുവാണ്, മാനെതിരി നമുക്കറിയില്ല, നുജരീദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം നമ്മൾ അഴിച്ചു മാറ്റണോ കമാ നുജരീദു മൗതാന, നമ്മളിൽ നിന്ന് മരിച്ചവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നത് പോലെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം അഴിക്കൂലേ, വസ്ത്രം പൂർണ്ണമായിട്ട് അഴിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. പിന്നെയോ ഇവിടെ കമാ നുജരീദു മൗതാന, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെ ഇവിടെ വസ്ത്രം അഴിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ
ഏതൊരു മയ്യത്താണെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ഔറത്ത് മറക്കണം. ഔറത്ത് മറച്ചിട്ട് ബാക്കിയുള്ള ഭാഗമാണ് വസ്ത്രം മാറ്റുക. അതാണ് ഉദ്ദേശം. നമ്മുടെയൊക്കെ വസ്ത്രം, നമ്മളിൽ നിന്ന് മരിച്ചവരുടെയൊക്കെ വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റണോ? നമുക്കറിയില്ല. മാനെതിരി അംല, അതല്ല വസ്ത്രം അഴിച്ചു മാറ്റണ്ടേ, അതല്ല വസ്ത്രം അഴിച്ചു മാറ്റണ്ടേ. അതാണ് അവിടെ അവർക്കുണ്ടായ സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കും, എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫൻ ചെയ്യും, എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഒരുക്കും, എവിടെ ഖബർ ഒരുക്കും, ആ ഖബർ എങ്ങനെ, ഈ 3 വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. 3 വിഷയത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. അതിൽ കുളിപ്പിക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായത് ഈ വിഷയത്തിലാണ്. വല്ലാഹി മാ നദ്രി നുജരീദു റസൂലല്ലാഹ് കമാ നുജരീദു മൗതാന, നമ്മളിൽ നിന്ന് മരിച്ചവരുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റണോ വേണ്ടേ? അതിൻ്റെ ഇത് അറാദ് പറഞ്ഞാൽ അവരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരല്ല. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനാസ കുളിപ്പിച്ചത് അലിയും അബ്ബാസും, പിന്നെ അബ്ബാസ് റളിയല്ലാഹു മകൻ ഫضലും, പിന്നെ കുസുമും. ഫضൽ ബിൻ അബ്ബാസ്, കുസും ബിൻ അബ്ബാസ്, പിന്നെ അബ്ബാസ്, അലി, 4 പേര്. പിന്നെ റസൂലുള്ളാഹിന്റെ മൗല ഷഖറാൻ, ഈ 5 പേർ. ചിലരുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഇവർ 5 പേരും ഉണ്ട്. അപ്പോൾ എങ്ങനെ കുളിപ്പിക്കും എന്നുള്ളതിൽ ഇതുണ്ടായി, ഈ സംസാരം ഉണ്ടായി. ഇതാണ് സംസാരം. അപ്പോൾ ഹദീസിൽ കാണാം, സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അവർക്കെല്ലാവർക്കും ഒരു മയക്കം വന്നു എന്നാണ്. സഹാബികൾക്കെല്ലാവർക്കും, അവിടെ ഉള്ളവർക്ക് ഒരു മയക്കം വന്നു. അവരുടെ താടി നെഞ്ചിൽ കുത്തി എന്നാണ്. ഉറക്കം വന്നപ്പോൾ താടി നെഞ്ചിൽ കുത്തി ഇങ്ങനെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറയുടെ ഭാഗത്തു നിന്ന് ഒരു വിളി, റസൂലുള്ളാഹിന്റെ ഖമീസിൽ തന്നെ, ആ വസ്ത്രത്തിൽ തന്നെ കുളിപ്പിക്കാൻ പറഞ്ഞിട്ട്. സംഭവം സഹിയാണ്. റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിൽ തന്നെ റസൂലുള്ളാഹിനെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംസാരം ഉണ്ടായി, ഒരു കൽപ്പന ഉണ്ടായി. ഞാൻ ആ കൽപ്പന കേട്ട് പിന്നെ റസൂലുള്ളാഹിനെ വസ്ത്രം അഴിക്കാതെ അതിൽ കുളിപ്പിക്കുക ചെയ്തത്. അലി റളിയല്ലാഹു തആല അൻഹു സഹായികളോടൊപ്പം റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിന് മുകളിൽ കൈ അരച്ചിട്ടാണ് റസൂലുള്ളാഹിനെ കുളിപ്പിച്ചത്. വസ്ത്രം നീക്കിയിട്ടില്ല. വല്ലാഹി മാ നദ്രി നുജരിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുജരിദു മൗതാന അംല. എങ്ങനെയായിരിക്കും ആ ശബ്ദം? ചിലപ്പോൾ ഒരു മലക്കിൻ്റെ ശബ്ദമായിരിക്കും, അല്ലേ? മലക്കായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതെല്ലാവരും കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത വിധം എല്ലാവരും അതേപോലെയാണ് റസൂലുള്ളാഹിനെ കുളിപ്പിച്ചത്. വസ്ത്രത്തിൽ തന്നെ കുളിപ്പിക്കുക ചെയ്തു. ഈ ഹദീസ് അതിൻ്റെ തഹ്സീൻ എന്തെങ്കിലും പറഞ്ഞോ? അത് ഹദീസിന് ബാക്കിയുണ്ട്. റവാഹു അഹ്മദ് അബൂ ദാവൂദ്. لما أرادوا غسل رسول الله صلى الله عليه وسلم قالوا والله ما ندري نجرد رسول الله صلى الله عليه وسلم كما نجرد موتانا أم لا. الحديث ഈ ഹദീസിന് ബാക്കിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ്. അടുത്തത് ഉമ്മു അത്തിയ്യൻ്റെ ഹദീസല്ലേ. وعن أم عطية رضي الله تعالى عنها قالت دخل علينا النبي صلى الله عليه وسلم ونحن نغسل ابنته فقال اغسلنها 3 أو 5 أو أكثر من ذلك إن رأيتن ذلك بماء وسدر وجعلنا في الأخيرة كافورا أو شيئا من كافور فلما فرغنا آذناه فألقى إلينا حقوه فقال أشعرنها إياه. وفي رواية ابدأنا بميامنها ومواضع الوضوء منها. وفي لفظ للبخاري فضفرنا شعرها 3 قرون فألقيناها خلفها. അല്ലേ? ഇത് ഉമ്മു അത്തിയ്യയുടെ ഹദീസാണ്. ഉമ്മു അത്തിയ്യ, അവരുടെ പേര് നസീബ ബിന്ത് കഅബ് അല്ലെങ്കിൽ നസീബ ബിന്തുൽ ഹാരിസ് അൽ അൻസാരിയ. ഉമ്മു അത്തിയ്യ നസീബ എന്നാണ് അവരുടെ പേര്. നസീബ ബിന്ത് കഅബ് അൽ അൻസാരിയ. ഉമ്മു അത്തിയ്യ പറയാണ്,
ദഖല അലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുക്കൽ പ്രവേശിച്ചു. വനഹ്നു നുഗസ്സിലു ഇബ്നതഹു, വനഹ്നു ഞങ്ങളാകട്ടെ നുഗസ്സിലു കുളിപ്പിക്കുകയായിരുന്നു ഇബ്നതഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയെ. നബിയുടെ പുത്രി ഒരു സൈനബാണ്, സൈനബ് റളിയല്ലാഹു തആല അൻഹ, ഉമാമയുടെ ഉമ്മ സൈനബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി, അബുൽ ആസിൻ്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ഞങ്ങൾ കുളിപ്പിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. ഉമ്മു അതിയ്യ പറയണം, ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഗ്സിൽനഹ സലാസൻ, ഇഗ്സിൽനഹ സൈനബിനെ നിങ്ങൾ കുളിപ്പിക്കുക, സലാസൻ 3 തവണ, ഔ ഹംസൻ അല്ലെങ്കിൽ 5, ഔ അക്സറ മിൻ ദാലിക അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, ഇൻ റഅയ്തുന്ന ദാലിക നിങ്ങളത് കാണുകയാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ അഭിപ്രായപ്പെടുകയാണ് കുറേ പ്രാവശ്യം കുളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പിന്നെന്തെയും പിന്നെ ശരീരത്തിൽ നിന്ന് ചിലപ്പം ഇനിയും കഴുകേണ്ടതായ ചില അവസ്ഥകൾ കണ്ടേക്കും. അതാണ് ഇൻ റഅയ്തുന്ന ദാലിക, നിങ്ങളങ്ങനെ അഭിപ്രായപ്പെടുന്നുവെങ്കിൽ, അക്സറ മിൻ ദാലിക് 5-ലേറെ തവണ കുളിപ്പിക്കാൻ പറഞ്ഞു. അതാണ് ഇഗ്സിൽനഹ സലാസൻ ഔ ഹംസൻ ഔ അക്സറ മിൻ ദാലിക് അല്ലെങ്കിൽ 5-ലേക്കാൾ കൂടുതൽ, ഇൻ റഅയ്തുന്ന ദാലിക് നിങ്ങളങ്ങനെ അഭിപ്രായപ്പെടുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ. എന്തുകൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്? ബിമാ ഇൻ വസിദിരിൻ, മാ എന്ന് പറഞ്ഞാൽ വെള്ളം, സിദിർ താളി കൊണ്ടും വെള്ളം കൊണ്ട് കുളിപ്പിക്കുക. വജഅൽന ഫിൽ അഖീറ അവസാനത്തെ പ്രാവശ്യം, വജഅൽന ഫിൽ അഖീറ വജഅൽന ഫിൽ മറത്തിൽ അഖീറ അവസാനത്തെ പ്രാവശ്യത്തിൽ നിങ്ങൾ ആക്കുക കാഫൂറൻ, കാഫൂർ കർപ്പൂരം, ഔ ഷൈഅൻ മിൻ കാഫൂർ അല്ലെങ്കിൽ കുറച്ച് കർപ്പൂരം. എന്തിനാ അവസാനത്തെ പ്രാവശ്യം കാഫൂറാക്കാൻ പറഞ്ഞ്? സുഗന്ധദ്രവ്യമായിട്ടാണ് മയ്യത്തിനെ യാത്രയാക്കേണ്ടത്, മനസ്സിലല്ലേ? അപ്പോൾ അത് ആദ്യത്തിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത കഴുകൽ അത് പോവില്ലേ. അപ്പോൾ സുഗന്ധം ഉണ്ടായിരിക്കണം മയ്യത്തിനെ നമ്മൾ യാത്രയാക്കുമ്പോൾ എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഫലമ്മ ഫറഗ്ന, മൂവാത്തിയെ പറയണം, ഞങ്ങൾ വിരമിച്ചപ്പോൾ, കുളിപ്പിക്കലിൽ നിന്ന് വിരമിച്ചപ്പോൾ, ആദന്നാഹു ഞങ്ങൾ റസൂലുള്ളാഹിക്ക് വിവരം നൽകി, കുളിപ്പിച്ച് കഴിഞ്ഞെന്നുള്ള വിവരം നൽകി. ആദന്നാഹു എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ആലംനാഹു വിവരം അറിയിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ വിവരം അറിയിച്ചു. ഫഅൽഖ ഇലൈന, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഇട്ട് തന്നു ഹിഖ്വഹു, ഹിഖ്വഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ ഉടുമുണ്ട്, തുണി. ഹിഖ്വഹു എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ തുണി ഉടുക്കില്ലേ, ഈ ഉടുക്കണ ഈ ഭാഗത്തിനാണ് പറയാം ഹിഖ്വ്. പിന്നെ അതെന്തായി തുണിക്ക് പറയാൻ തുടങ്ങി. ഫഅൽഖൈന ഇലൈന റസൂലുള്ളാഹി ഞങ്ങളിലേക്ക് ഇട്ട് തന്നു ഹിഖ്വഹു റസൂലുള്ളാഹിൻ്റെ ഇസാർ ഉടുമുണ്ട്. ഫഖാല എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഷ്ഇർനഹ ഇയ്യാഹു, അഷ്ഇർനഹ എന്താ അഷ്ഇർനഹ ഇയ്യാഹു എന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ ഇത് മനസ്സിലാക്കാൻ, അറബിയിൽ ഷിആർ എന്ന് പറയും, ദിസാർ എന്ന് പറയും. ദിസാർ രണ്ടും വസ്ത്രങ്ങളാണ്, ഷിആറും ദിസാറും വസ്ത്രങ്ങളാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറഞ്ഞല്ലേ, അത് ദിസാർ എന്നാണ്. ഒരാളുടെ മേനി നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, മേത്തൊട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങൾക്കാണ് ഷിആർ എന്ന് പറയുക. മുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കാണ് ദിസാർ എന്നറിയാം. അപ്പോൾ നമ്മൾ ബനിയൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ബനിയൻ എന്താണ്? ഷിആറാണ്, കാരണം നമ്മൾ ഒട്ടിക്കിടക്കണതാണ്. ദിസാർ തോപ്പ് ഇതുണ്ടല്ലോ മുകളിലിട്ട്, അത് ദിസാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെക്കുറിച്ച് പറഞ്ഞില്ലേ, അൻസാരികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് അൽ അൻസാറു ഷിആറുൻ വന്നാസു ദിസാറുൻ, അൻസാരികൾ ഷിആറാണ്, മറ്റു ജനങ്ങളൊക്കെ ദിസാറാണെന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപേക്ഷിച്ച് പറയാണ്, എൻ്റെ ഷിആറാണ് അൻസാരികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, എന്നോട് ഏറ്റവും അടുത്തവരാണ് അൻസാരികൾ. ബാക്കിയുള്ളവരൊക്കെയോ, അവരൊക്കെ ദിസാറ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻസാരികളോടും എന്നോട് അടുത്തവരല്ല എന്നർത്ഥത്തിൽ അത് പ്രയോഗിക്കും. അൽ അൻസാറു ഷിആറു വന്നാസു ദിസാർ. ഇവിടെ ഇതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അഷ്ഇർനഹ ഇയ്യാഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തുണി എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഈ തുണിയെ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ മേത്ത് ഒട്ടിക്കിടക്കണ വസ്ത്രമാക്കണം. അതാണ് ആദ്യമായിട്ട് ഇതുകൊണ്ട് പൊതിയണം എന്നർത്ഥം. ഈ തുണി കൊണ്ട് അവരെ നിങ്ങൾ ആദ്യമായിട്ട് ഇതുകൊണ്ട് പൊതിയണം, തുണി കൊണ്ട് പൊതിയണം. അതാണ് അഷ്ഇർനഹ എന്ന് പറഞ്ഞാൽ അവരുടെ ഷിആർ നിങ്ങളാക്കണം. ഇയ്യാഹു ഇതിനെ, ഈ തുണിയെ അവരുടെ ഷിആറാക്കണം എന്ന് പറഞ്ഞാൽ എന്താ?
അവരുടെ മേത്ത് തട്ടുന്ന രീതിയിൽ പൊതിയുന്നത് ഇതുകൊണ്ടായിരിക്കണം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാസാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേത്തിട്ട തുണിയല്ലേ, അതിൻ്റെ ബർക്കത്ത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വഫി റിവായത്തിൻ മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, മുത്തഫഖുൻ അലൈഹി, ഇത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വഫി റിവായത്തിൻ മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഇബ്ദഇന ഉമ്മു അത്തിയയോട് റസൂലുള്ള കൽപ്പിച്ചു അവരുടെ കൂടെയുള്ളവരോടും, ഇബ്ദഇന നിങ്ങൾ തുടങ്ങണം, ബി മയാമിനിഹ അവരുടെ വലത് ഭാഗങ്ങൾ കൊണ്ട് തുടങ്ങണം. വ മവാദിഉൽ വുദൂഇ മിൻഹ വുദുവിൻ്റെ സ്ഥാനങ്ങൾ കൊണ്ടും മിൻഹ അവരിൽ നിന്ന്. അപ്പോൾ സൈനബിനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ സൈനബിൻ്റെ വലത് ഭാഗങ്ങൾ കൊണ്ടും വുദുവിൻ്റെ അവയവങ്ങൾ കൊണ്ടും നിങ്ങൾ തുടങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു. അത് മയ്യത്ത് കുളിപ്പിക്കുന്ന രീതിയാണത്. വലത് ഭാഗത്താണ് തുടങ്ങേണ്ടത്, വുദുവിൻ്റെ അവയവങ്ങൾ കൊണ്ടാണ് തുടങ്ങേണ്ടത്. ഇതൊക്കെ ബുഖാരി മുസ്ലിമുള്ള റിവായത്താണ്. ഇനി വഫി ലഫ്ദിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഉമ്മു അത്തിയ പറയാണ്, ഫദഫർന ഷാറഹ സലാസത ഖുറൂൻ, അവരുടെ ഷാറാണ് മുടി ഞങ്ങൾ എന്ത് ചെയ്തു, ദഫറ എന്ന് പറഞ്ഞാൽ മുടി മുടഞ്ഞു, ഞങ്ങൾ അവരുടെ മുടി മുടഞ്ഞു. ഫദഫർന ഷാറഹ അവരുടെ മുടി ഞങ്ങൾ മുടഞ്ഞു, സലാസത ഖുറൂൻ 3 കർണുകളായിട്ട്, 3 കൊമ്പുകളായിട്ട്. ഫഅൽഖൈനാഹ എന്നിട്ട് ഞങ്ങളതിട്ടു, ഖൽഫഹ അവരുടെ പിന്നിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ടു എന്നർത്ഥം. ഫഅൽഖൈനാഹ മുഅത്തിയ പറയാൻ ഞങ്ങൾ ആ മുടിൻ്റെ 3 കൊമ്പുകളെയും ഇട്ടു, ഖൽഫഹ സൈനബ് അവരുടെ ജനാസയുടെ ബാക്കിലേക്കായിട്ട് ഇങ്ങനെ ഇട്ടു. അപ്പോൾ സ്ത്രീകളും കുളിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഹനഫികൾ മുടി മടയരുത് എന്നുള്ളതാണ്. ശരി, മുടി ഇങ്ങനെ പരത്തിടണം, കുറച്ച് മുടി ഇങ്ങനെ മുഖത്തിടണം എന്നൊക്കെ കിതാബിൽ വായിക്കാൻ സാധിച്ചു. അല്ലാഹു അഅലം. دخل علينا النبي صلى الله عليه وسلم ونحن نغسل ابنته فقال اغسلنها 3 أو 5 أو أكثر من ذلك إن رأيتن ذلك. അപ്പോൾ ചുരുങ്ങിയ 3 പ്രാവശ്യം കുളിപ്പിക്കൽ സുന്നത്താണ്. കുളിപ്പിക്കൽ എന്താ, മയ്യത്ത് കുളിപ്പിക്കൽ സുന്നത്താണോ നിർബന്ധമാണോ? ഇവിടെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കാൻ പറയുമ്പോൾ ഒരു ഇഷ്കാലുണ്ട്, വസ്ത്രം നീക്കണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ വസ്ത്രം വെച്ചുകൊണ്ട് കുളിപ്പിക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ, കുളിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. അതേപോലെ തന്നെ ഈ വാനത്ത് നിന്ന് വീണ് ഇഹ്റാമിൽ മരിച്ച ആളെ റസൂൽ എന്താ കൽപ്പിച്ചത്, ഇഹ്സിലൂ ബിമാ എന്നാണ്, വെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ പറഞ്ഞു. അതേപോലെ ഇപ്പോൾ ഇവിടെ ഉണ്ടോ, ഇഹ്സിൽനഹ നിങ്ങൾ അവരെ കുളിപ്പിക്കണം, സലാസൻ 3 പ്രാവശ്യം. കുളിപ്പിക്കാനുള്ള കൽപ്പനയാണ്, അതൊക്കെ കുളിപ്പിക്കാനുള്ള കൽപ്പനയാണ്. ഫുഖാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, സുന്നത്താണോ ഫർള് കിഫയാണോ വാജിബാണോ. ഏതായാലും ഹദീസിൽ എന്തുണ്ട്, കൽപ്പിക്കാനുള്ള കൽപ്പനകൾ ധാരാളം, കുളിപ്പിക്കാനുള്ള കൽപ്പനകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇഹ്സിൽനഹ 3 أو 5 أو أكثر من ذلك إن رأيتن ذلك بماء وسدر وجعلنا في الآخرة كافورا أو شيئا من كافور فلما فرغنا آذناه فألقى إلينا حقوه فقال أشعرنها إياه. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടല്ലോ ഉള്ള ഒരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുണ്ട് കൊടുത്തു എന്നാണ്. നമുക്കറിയാം സ്ത്രീകളെ കഫൻ ചെയ്യുമ്പോൾ എങ്ങനെ കഫൻ ചെയ്യേണ്ടത്, അവർക്ക് ഡിസാറ്, ഖമീസ്, പിന്നെ ഒരു ഹിമാർ, പിന്നെ 2 ലഫാണ്, 2 തുണി പൊതിയാനാണ്. മുത്തഫഖുൻ അലൈഹി. വഫി റിവായ ഇബ്ദഅന ബിമയാമിനിഹ വമവാദിഇൽ വുദൂഇ മിൻഹ വഫി ലഫ്ദിൽ ബുഖാരി ഫദഫർന ശഅറഹ 3 ഖുറൂൻ ഫഅൽഖൈനാ ഖൽഫഹ. വളരെ എളുപ്പമാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത്. ആളുകൾ നമ്മളുടെ നാട്ടിലൊക്കെ ഇത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ടൈം എടുത്തിട്ടാണ് ചെയ്യുക, 10 മിനിറ്റ് കേസ്. ഇൻഷാ അല്ലാഹ് ഇതിൽ ഇനിയും ഹദീസുകളുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ ഭൗതിക ശരീരം മറമാടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് തുടർന്ന് വിശദീകരിക്കാം. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.